ഹായ്, നമുക്കിന്നൊരു നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? കഴുകി വൃത്തിയാക്കിയെടുത്ത ചെമ്മീനിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി പൊട്ടിച്ചിടാം. ഇനി ചെമ്മീൻ നമുക്ക് നല്ലപോലെ മസാല പിടിച്ചു വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചെമ്മീനിൽ മസാല എല്ലാം പിടിച്ച് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ആയി വന്ന ചെമ്മീൻ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മസാലപ്പൊടികളായി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചെമ്മീനും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നാടൻ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി വിതറി സെർവ് ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.